ഫെമിനിസ്റ്റുകളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ. ഒരു സ്ത്രീയെ അവൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് അവൾ വേറൊരു പുരുഷനെ കണ്ടെത്തുന്നു. അത് കാമുകനാവാം, അല്ലെങ്കിൽ ഫ്രണ്ടെന്നോ. ഇപ്പോ നമ്മുടെ നിയമം തന്നെ പറയുന്നുണ്ടല്ലോ, ഫ്രണ്ട് എത്ര പുരുഷന്മാരുടെ കൂടെ വേണമെങ്കിലും ഒരു സ്ത്രീക്ക് പോകാം. അങ്ങനെയുള്ള സ്ത്രീയുടെ കൂടെ മകനെ വിടാൻ പാടില്ല. ഒരിക്കലും ഏച്ചു വെച്ചാൽ മുഴച്ചേ ഇരിക്കത്തുള്ളൂ. അപ്പൊ എങ്ങനെയൊക്കെ ഇനി നോക്കുമെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും അവന് ഒരു നല്ലൊരു സുരക്ഷ കിട്ടില്ല. മുൻകാലങ്ങളിൽ സ്ത്രീകൾ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. ആ നിയമങ്ങൾ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ രജീഷിന്റെ ഈ മരണം എന്ന് പറയുന്നത്. അദ്ദേഹം എന്തുമാത്രം സ്നേഹിച്ച് 8 വർഷം വളർത്തിയ മകനെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുവാൻ ഇടയായത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ സ്ത്രീയെ സ്വന്തം ഭാര്യ എന്ന് ഒരുപാട് വിശ്വസിച്ച് അവൾക്ക് വേണ്ടി എല്ലാം കൊടുക്കുന്ന രീതിയിലാണ് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് അവളെ പഠിപ്പിച്ച് അവൾക്ക് വേണ്ടുന്നതായിട്ടുള്ള കാശ് മുടക്കി അവളെ ഗൾഫിലേക്ക് പറഞ്ഞു വിടുകയാണ്. എന്തിനാണ്? നല്ലൊരു ജീവിതം, നല്ലൊരു മകനെ നല്ലൊരു രീതിയിൽ എന്താ പറയാ, അവനെ വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടും എന്ന് കണക്കുകൂട്ടിയിട്ടാണ് ഈ പാവ മനുഷ്യൻ ആ മകനെയും ചേർത്ത് എടുത്തി ഈ നാട്ടിൽ ബസ്സിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്ത് ജീവിച്ചത്. എല്ലാ ആൾക്കാർക്കും, ബസ്സിൽ കയറുന്നവർക്ക്, യാത്രക്കാർക്കായാലും ശരി, സഹപ്രവർത്തകർക്കായാലും ശരി, എല്ലാവർക്കും ഒരു നല്ലൊരു സ്വഭാവക്കാരനാണ് ഈ രജീഷ് എന്ന് പറയുന്നത്. അപ്പോ ഇദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരു ഇരയാണ്. ഇദ്ദേഹത്തെ പോലെ എത്രയോ പേർ ആത്മഹത്യ ചെയ്യുന്നു, പക്ഷെ നമ്മളത് പുറത്ത് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ അവൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് അവൾ വേറൊരു പുരുഷനെ കണ്ടെത്തുന്നു. അത് കാമുകനാവാം, അല്ലെങ്കിൽ ഫ്രണ്ടെന്നോ. ഇപ്പോ നമ്മുടെ നിയമം തന്നെ പറയുന്നുണ്ടല്ലോ, എത്ര പുരുഷന്മാരുടെ കൂടെ വേണമെങ്കിലും ഒരു സ്ത്രീക്ക് പോകാം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം. കോടതി തന്നെ, സുപ്രീം കോടതി വരെ അതിന് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. അത് നമ്മുടെ സ്ത്രീകൾ മിസ്യൂസ് ചെയ്യണം ആ നിയമം. അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പാവം മനുഷ്യന് ഈ ഭാര്യ വിദേശത്തോട്ട് പോകുന്നു, പിന്നെ ഈ മകനെ എന്താ പറയാ, സ്വന്തം ജീവൻ കൊടുത്ത് അവനെ വളർത്തുകയാണ്. അവനെ വളർത്തി 8 വർഷം നോക്കിയ മകനെയാണ് ഒരു നിമിഷം ഭാര്യ നാട്ടിലേക്ക് വരുന്നു, കോടതിയിൽ പോകുന്നു, ഈ മകനെ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്ത് വിഡ്ഢിത്തമാണ് ഈ കോടതി കാണിച്ചതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിയമവശം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. നമുക്ക് മേൽക്കോടതിയിൽ പോകാമായിരുന്നു. അദ്ദേഹം എന്നെ ഒരു കോൾ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മേൽക്കോടതിയിൽ MG ശ്രീജിത്ത് സാറിനെ പോലുള്ളവരെ, പ്രഗത്ഭരായിട്ടുള്ളവരെ നമുക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയിട്ട് ഇദ്ദേഹത്തിന് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ കിട്ടുമായിരുന്നു. പക്ഷെ ഇദ്ദേഹം ഒന്നും ഇതിനെക്കുറിച്ച് അറിയാതെ, മനസ്സിലാക്കാതെ, നിയമം എന്താണെന്ന് മനസ്സിലാക്കാതെ നേരെ ചെന്ന് ആത്മഹത്യ ചെയ്യാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. കാരണം എനിക്കും മക്കളുണ്ട്, ഞാനും ഈ കാലഘട്ടത്തിൽ കൂടി പോയിട്ടുള്ള വ്യക്തിയാണ്. മക്കളെ പിരിയുന്ന ഒരു സാഹചര്യം, നമ്മൾ പൊന്നുപോലെ നമ്മുടെ നെഞ്ചത്ത് കിടന്നുറങ്ങുന്ന മകൻ ഒരു നിമിഷം നമുക്കിനി നഷ്ടപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും സ്നേഹമുള്ള ഒരു പിതാവ് തകർന്നു പോകും എന്നുള്ളതിന് മാറ്റമില്ല. അങ്ങനെ തകർന്നു പോയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ചിലരാണെങ്കിൽ മദ്യത്തിന് അഡിക്റ്റ് ആവും, അല്ലെങ്കിൽ മറ്റു മയക്കുമരുന്നിന് അടിമയായി പോകും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം മദ്യമോ അങ്ങനെയുള്ള മയക്കുമരുന്നോ ഒന്നും ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനില്ല. പച്ചയായിട്ടുള്ള ഒരു നല്ലൊരു പിതാവായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വിഷമം താങ്ങാൻ പറ്റാതെ വന്നത്. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഇത് ഇന്നത്തെ ഈ നിയമം മാറേണ്ട കാലം കഴിഞ്ഞു. കാര്യം കാലഘട്ടത്തിനനുസരിച്ച് നിയമം പരിഷ്കരിക്കണം. അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവണം. ഏത് നിയമവും ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിയമം ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ജനങ്ങൾക്ക് അതിലുള്ള പരിരക്ഷ കിട്ടണം. അത് ആൺപെൺ വ്യത്യാസമില്ലാതെ, ജനറൽ അടിസ്ഥാനത്തിൽ അല്ലാതെ ഈക്വാലിറ്റി എന്നാണല്ലോ പൊതുവിൽ എല്ലാവരും, പ്രത്യേകിച്ച് ഫെമിനിസ്റ്റുകൾ പറയുന്നത് എന്തിനാ? ഈക്വാലിറ്റി. ആ ഈക്വാലിറ്റി ഇവിടെ നടപ്പിലാവണം. അത് പെണ്ണിന് മാത്രം ആകരുത് നിയമം. എന്തായാലും തെറ്റ് ചെയ്യുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും ശിക്ഷ അനുഭവിക്കണം. ആ ശിക്ഷ അനുഭവിക്കാതെ വരുന്നതിന്റെ പാളിച്ചകളാണ് ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ സ്ത്രീയെ വിദേശത്താണെങ്കിൽ നാട്ടിൽ കൊണ്ടുവന്ന് മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. കാര്യം പ്രേരണ കുറ്റമാണ്. കാരണം അദ്ദേഹത്തിന് ഒരു മകനെ എന്താ പറയാ, ഹൃദയം പറിച്ചെടുത്തു കൊണ്ടുപോയി എന്ന് വേണം പറയാം. അങ്ങനെ പറിച്ചെടുത്തു കൊണ്ടുപോയി ഈ സമൂഹത്തിൽ അദ്ദേഹം എത്രയോ വർഷം ജീവിക്കേണ്ടതാണ്. അദ്ദേഹത്തെ കൊന്നിട്ടുണ്ടെങ്കിൽ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. തീർച്ചയായിട്ടും ആ ഫാമിലിയോടൊപ്പം, അവരോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാവും. അവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. വേണ്ടുന്ന നിയമസഹായങ്ങൾ ഞങ്ങൾ
ചെയ്യുന്നതായിരിക്കും. ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. അവരിങ്ങോട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ, കാര്യം അവർക്ക് നമ്മളിലേക്ക് എത്താൻ എളുപ്പമാണല്ലോ. അവരിങ്ങോട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന നിയമസഹായം മറ്റുള്ള കാര്യങ്ങൾ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. അത് മാത്രവുമല്ല, ഇങ്ങനെയുള്ള സ്ത്രീയുടെ കൂടെ മകനെ വിടാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. കാര്യം അന്യപുരുഷനുമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ കൂടെ എങ്ങനെയാണ് സ്വന്തം വേറൊരു പുരുഷനിലുണ്ടായ ഒരു മകനെ ഒരിക്കലും ഏച്ചു വെച്ചാൽ മുഴച്ചേ ഇരിക്കത്തുള്ളൂ. അപ്പൊ എങ്ങനെയൊക്കെ ഇനി നോക്കുമെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും അവന് ഒരു നല്ലൊരു സുരക്ഷ കിട്ടില്ല. അതുകൊണ്ട് ആ മകനെ എത്രയും പെട്ടെന്ന് രജീഷിന്റെ മാതാപിതാക്കളോ ആരാണോ സംരക്ഷിക്കാനുള്ള അവരെ ഏൽപ്പിക്കണം. അവരിൽ കൂടി മാത്രമേ അവന് നല്ലൊരു ജീവിതം കിട്ടത്തുള്ളൂ എന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് നിയമം മാറ്റണമെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വിചാരിക്കണം. കാര്യം പല നിയമങ്ങളും പാസ്സാക്കുന്നത് MP-മാരാണ്, രാജ്യസഭയും പാർലമെന്റാണ്. അപ്പൊ പാർലമെന്റിലാണ് നിയമങ്ങൾ മാറ്റേണ്ടത്. അതിന് നമ്മുടെ രാഷ്ട്രീയക്കാർ ഒരിക്കലും മുന്നിട്ടിറങ്ങില്ല. കാരണമെന്ന് പറഞ്ഞാല് ഈ വോട്ട് ബാങ്ക് സ്ത്രീകളാണ്. കാര്യം പുരുഷന്മാരുടെ വോട്ട് തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കിട്ടും. എല്ലാ പുരുഷന്മാരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയായിരിക്കും. അപ്പൊ പുരുഷന്മാരുടെ വോട്ട് ഉറപ്പാണ്. അപ്പൊ സ്ത്രീകളുടെ വോട്ടാണ് ചാഞ്ചാടി നിൽക്കുന്നത്. അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് പോവാം. അപ്പൊ അവരെ സുഖിപ്പിക്കുവാനും അവർക്ക് വേണ്ടിയിട്ട് നിയമപരിരക്ഷകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ നിയമങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ കാലഘട്ടം മാറി എന്നുള്ളത് പോലും മനസ്സിലാക്കുന്നില്ല. ഫെമിനിസ്റ്റുകളെ സുഖിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ. യഥാർത്ഥം പറഞ്ഞാൽ നല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞ സമൂഹത്തിൽ നന്മകൾ ചെയ്യുന്ന നല്ലവരായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ നിയമം കൊണ്ട് ഒരു ഗുണവുമില്ല. കാര്യം ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയിൽ അവരും ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. അവർക്ക് പല മേഖലയിലും അവർക്ക് വിജയിക്കാൻ പറ്റാതെ വരുന്നുണ്ട്, ശരിയായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതുപോലുള്ള ഉടായിപ്പുകൾ, ഷിംജിതയെ പോലുള്ളവർ, ഇപ്പൊ ഷിംജിത ചെയ്തത് എന്താണ്? പല ആംഗിളിൽ നിന്ന് ബസ്സിനകത്ത് നിന്ന് ദീപകിനെ തട്ടിയും മുട്ടിയും പ്രലോഭിപ്പിച്ച് അദ്ദേഹത്തെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിച്ച് ആ രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചിട്ട് അതിനെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും അങ്ങനെയാണ് ആ ദീപക് മരിക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പനും അമ്മയ്ക്കും ഏക മകനാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയത്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി ഒരു നിസ്സാര ദിവസങ്ങൾക്കകം ജാമ്യത്തിൽ ഇറങ്ങുന്നു. പിന്നെ അടുത്ത് പുള്ളിക്കാരി ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കുകയും റീൽസ് ചെയ്യുകയൊക്കെ ചെയ്ത് പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത്. ഒരിക്കലും ശിക്ഷിക്കില്ല. പുള്ളിക്കാരി ഇപ്പൊ ജാമ്യത്തിലാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഇപ്പൊ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാൾ കയറി ഇറങ്ങേണ്ടി വരും. അത് കഴിയുമ്പോൾ ഇവരെ കൃത്യമായിട്ടും അവരെ വെറുതെ വിടും. അപ്പൊ ഇങ്ങനെയുള്ള ഈ നിയമങ്ങൾ മാറണം. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം. അത് കൊലക്കേസ് തന്നെ എടുത്ത് കൃത്യമായിട്ട് മാതൃകാപരമായിട്ട് ശിക്ഷിച്ച് പിന്നെയുള്ള സ്ത്രീകൾക്ക് ഇത് അവർ എന്താ പറയാ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കണം. ഇപ്പൊ ഏത് കേസെടുത്ത് നോക്കിയാലും സ്ത്രീകൾ മുന്നിലല്ലേ. MDMA കേസ് ആയിക്കോട്ടെ, കഞ്ചാവ് കേസ് ആയിക്കോട്ടെ, മറ്റു ഏത് കേസാണെങ്കിലും സ്ത്രീകൾ മുൻപന്തിയിൽ നിൽക്കുകയാണ്. സ്ത്രീകൾ എന്തുകൊണ്ട് മുൻപന്തിയിൽ വരുന്നു? ആയിക്കോട്ടെ, അപ്പൊ മുൻകാലങ്ങളിൽ എന്തുകൊണ്ട് സ്ത്രീകൾ ഇല്ലായിരുന്നു ഇതുപോലുള്ള കേസുകളിൽ? ഇതുപോലുള്ള മയക്കുമരുന്നും എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ മയക്കുമരുന്നുകൾ സ്ത്രീകൾ അധികം ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഇപ്പൊ സ്ത്രീകൾ വലിയ തോതിൽ മദ്യപിക്കുകയും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ബിസിനസ്സിലോട്ടും. കാര്യം ഈ MDMA പോലുള്ളത് ഭയങ്കരമായിട്ടുള്ള വില എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും വിലയുള്ള സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള തരികിട പരിപാടി ഇവർ ചെയ്യണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ ബിസിനസ് ആക്കുന്നത്. ആ ബിസിനസ് ഏത് എടുത്തു നോക്കിയാലും ഏത് കേസ് എടുത്ത് നോക്കിയാലും അവിടെ സ്ത്രീകളുണ്ടല്ലോ. ആ സ്ത്രീകൾ എന്തുകൊണ്ട് അങ്ങനെ പ്രതികളായിട്ട് വരുന്നു? ഇപ്പൊ പുരുഷന്മാർ പുറകിലുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഞാനിപ്പോ മനസ്സിലാക്കുന്നത് പുരുഷന്മാരെ കൂടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യുവതലമുറയെ, യുവാക്കളെ കൂടി ഈ പെൺകുട്ടികളാണ്, ഇപ്പോഴത്തെ യുവതലമുറയിലുള്ള പെൺകുട്ടികളാണ് ഈ കാര്യങ്ങളിലോട്ട് പ്രോത്സാഹിപ്പിച്ച് വിടുന്നത്. അപ്പൊ അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മറ്റു മയക്കുമരുന്നുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സ്ത്രീകൾ ഉൾപ്പെടെ ഇറങ്ങുകയാണ്. അങ്ങനെയാണ് വലിയൊരു വിഭാഗം പെൺകുട്ടികളും പുരുഷന്മാരും ഇപ്പൊ ഇതിന്റെ പ്രതികളായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറണം. ഇത് ഇപ്പോ തൂഫാൻ പോലുള്ള നടപടികൾ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മയക്കുമരുന്ന് നമ്മുടെ കേരളത്തിൽ മുച്ചൂടും നശിക്കണം എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അത് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.